ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ക്രേസി പെട്രോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പെറ്റ്സിനെ കുറിച്ച് ഒന്നും പറയാനല്ല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ മേശന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ്. 300 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്ന വീഡിയോ മിസ്സായിപ്പോയി. മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ചില്ലി, സോയാ സോസ്, കോൺഫ്ലവർ, കുരുമുളക് പൊടി, വിനാഗിരി, മുട്ട ആവശ്യമുള്ളവർക്ക് മുട്ടയും കൂടെ ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഒരു 30 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഞാൻ ചെറിയ സവാളാണ് എൻ്റെ ഇരുന്നത്. 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാളാണ് എൻ്റെ ഇരുന്നത്. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് അതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് അടർത്തി എടുക്കണം. സവാള ഇതേപോലെ അടർത്തിയിട്ട സവാളയാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് പല കളറിൽ അവൈലബിൾ ആണ്. ഞാൻ ഗ്രീനാണ് എടുത്തേക്കുന്നത്. മറ്റേ കളറിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അടുത്തത് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതേപോലെ പൊടിയായി അരിഞ്ഞത്, അതേപോലെ ഇഞ്ചി ഇതേപോലെ പൊടിയായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ഇതേപോലെ കീറിയത്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി പൗഡർ, ഓയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി എടുത്ത് വെച്ചേക്കാണ്. കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി, ഇത്രയാണ് നമ്മൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഒരുപാട് ഡീപ് ഫ്രൈ ആവരുത്. ഡീപ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഒരു മീഡിയം ഫ്രൈ ആയാൽ മതി കേട്ടോ. ഡീപ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. നമ്മളൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. നമ്മൾ ഫ്രൈ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് വരും. ചിക്കൻ ഫ്രൈ കഴിക്കില്ലേ, ആ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്രൈ ആയാൽ മതി. നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കോരി മാറ്റിയെടുക്കാം. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് സ്റ്റൗവിലേക്ക് ഞാനിവിടെ വെച്ചേക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് ചൂടാകാൻ വെച്ചേക്കാം. അത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ചെറിയ 3 സ്പൂൺ ആണ് ചേർത്തേക്കുന്നത്. 3.5 സ്പൂൺ ചെറിയ സ്പൂണാണ് എടുത്തേക്കുന്നത്.
അതിലേക്ക് ലേശം കുരുമുളക് പൊടി. ഞാൻ ഈ സ്പൂണിൽ അര സ്പൂൺ എടുത്തേക്കുന്നത്. നമുക്കടുത്ത ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചേക്കണം. ചെറിയ വല്ലാതെ കുറയ്ക്കണ്ട, എന്നാലും വല്ലാതെ കൂട്ടുകയും ചെയ്യരുത് തീ. അടുത്ത് നമുക്ക് സോയാ സോസ് ഒഴിക്കാം. സോയാ സോസ് ഒഴിച്ച് നമുക്ക് ഒരടപ്പെന്നൊക്കെ പറയുന്നത് ചെറിയ സ്പൂണ് വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കോൺഫ്ലവർ എടുത്ത് വെച്ചിരുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ആ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇച്ചിരി ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ശകലം ചൂടുവെള്ളം എടുക്കാം. ഇച്ചിരി നമ്മുടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിക്കാം, എന്നാലും ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മൾ സോയാ സോസൊക്കെ ഒഴിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് തിക്നെസ് ആവും. അതിന് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്നെസ് ആവും. നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനാണ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട്, കാരണം സോയാ സോസിലൊക്കെ ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ ഇത് ഗ്രേവി തിക്നെസ് ആവുന്ന പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവിയായിട്ട് എടുക്കാം. ഇതിപ്പം കുറച്ച് കുറുകിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കുറുക്കിയെടുക്കാം. അതല്ല നല്ല ഗ്രേവിയാണ് ആവശ്യമുള്ളവർക്ക് ഇത് ഗ്രേവിയായിട്ട് എടുക്കാം. ഒന്ന് കുറുക്കി തിക്നെസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചൂടൊന്നും കുറുക്കുന്നത് നല്ലതായിരിക്കും. നല്ലോണം കുറുകി വരുന്നുണ്ട്. ഇതിൽ ഇടയ്ക്ക് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആയിട്ട് വെച്ചിരിക്കുന്ന ഇപ്പോൾ ഒരു തിക്നെസ് ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രൈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുകയാണ്. ചിക്കൻ അതേപോലെ ഒന്ന് നമ്മൾ തീയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കാണ്. നല്ല തിക്നെസ് ആയിട്ടുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഗ്രേവി ആക്കാം. പക്ഷേ ഞാനിപ്പോൾ ചിക്കൻ നല്ല ഒരു ഡ്രൈ പോലെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറിയ ബൗളിലേക്ക് മാറ്റാണ്.
ബൗളിലേക്ക് ചില്ലി ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിൻ്റെ മേളിൽ ഇതാണ്. ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഏറ്റവും മെയിൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്രൈഡ് റൈസിനൂടെ കഴിക്കാനാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, സാധാരണക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ചപ്പാത്തിയുടെ കൂടെ ഞാനെടുത്ത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഓരോ അഭിപ്രായമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.